തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോ ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ശിഷ്യന്മാർ വഞ്ചിയിൽ സഞ്ചരിക്കുകയായിരുന്നു. പെട്ടെന്ന് കാറ്റ് വീശി, തിരമാലകൾ ഉയർന്നു. രാത്രിയുടെ 4-ാം യാമത്തിൽ ആ സമയത്ത് യേശു കടലിന് മീതെ നടന്നു വന്നു. ആദ്യം ശിഷ്യന്മാർ ഭയപ്പെട്ടു. ഭൂതമാണെന്നൊക്കെ വിളിച്ചു പറയുന്നു. യേശു അവരോട് പറഞ്ഞു, ധൈര്യമായിരിക്കുക, ഭയപ്പെടേണ്ട. അത് കർത്താവാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പത്രോസ് വിളിച്ചു പറഞ്ഞു, കർത്താവേ, അങ്ങാണെങ്കിൽ എന്നോട് കടലിന് മീതെ നടന്ന് അങ്ങയുടെ അടുത്തേക്ക് വരാൻ കൽപ്പിച്ചാലും. യേശു പറഞ്ഞു, വരൂ. പത്രോസ് വെള്ളത്തിന് മീതെ കൂടെ നടന്നു തുടങ്ങി. പെട്ടെന്ന് കാറ്റ് വീശി. പത്രോസ് ഭയപ്പെട്ടു. ആ സെക്കൻഡിൽ പത്രോസ് വെള്ളത്തിന് താഴേക്ക് പോകാൻ തുടങ്ങി. പത്രോസ് ഉറക്കെ നിലവിളിച്ചു, കർത്താവെ രക്ഷിക്കണേ, ഞാനിതാ വെള്ളത്തിലേക്ക് പോകുന്നു. ഉടനെ ക്രിസ്തു അവൻ്റെ കൈ പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു, അല്പവിശ്വാസി, നീ എന്തിനാണ് സംശയിച്ചത്? പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ സഹനത്തിൻ്റെ സാഹചര്യത്തിൽ ക്രിസ്തു കൂടെയുണ്ടെന്ന് ഓർമ്മയില്ലാത്തവനെ ബൈബിൾ വിളിക്കുന്ന വാക്കാണ് അല്പവിശ്വാസി. നമ്മുടെ എല്ലാ വേദനകളുടെ സമയത്തും കർത്താവ് കൂടെ ഉണ്ടാവും. ആ ഒരു വിശ്വാസമുള്ളവർക്കാണ് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. എപ്പോഴും ഓർത്തിരിക്കുക, കർത്താവ് കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കാണ് സഹന സാഹചര്യങ്ങൾ തളരാതെ പോകാൻ പറ്റുന്നത്. സഹന സാഹചര്യങ്ങളിലൂടെ സഭയാകുന്ന കപ്പൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലോകക്കടലിൽ ഈ കാറ്റാഞ്ഞു വീശുമ്പോൾ ഇത് മുങ്ങാതിരിക്കുന്നത് കപ്പലിൻ്റെ ഉറപ്പുകൊണ്ടോ മേന്മ കൊണ്ടോ അല്ല, അതിനുള്ളിലുള്ള യാത്രക്കാരുടെ കൈകളിൽ വിശ്വാസത്തിൻ്റെ പങ്കായമുള്ളതുകൊണ്ടാണ്. ഒപ്പം അമരത്ത് ക്രിസ്തു ഉള്ളതുകൊണ്ടാണ്. ഈ ഒരു ബോധ്യമുള്ളപ്പോൾ ഒരിക്കലും സഭയും കുടുംബങ്ങളും വ്യക്തികളും മുങ്ങിപ്പോവില്ല. നമുക്ക് വേദനയുടെ സാഹചര്യങ്ങളിൽ അവൻ അമരത്തുണ്ടെന്ന് ഓർക്കാം. നന്ദി. നുറുങ്ങുവെട്ടം.